എറണാകുളം അമ്പലമുകളിൽ BPCL-ലുണ്ടായ തീപിടുത്തത്തിൽ 4 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിലയിരുത്തൽ. ഭൂഗർഭ വൈദ്യുതി ലൈനിലുണ്ടായ തീപിടുത്തത്തിൽ 3600 മീറ്റർ കേബിളുകളാണ് കത്തിനശിച്ചത്. കേബിളുകൾ പുനഃസ്ഥാപിക്കാൻ 5 മാസത്തോളം സമയം എടുക്കുമെന്നാണ് സൂചന. ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, വിശദാംശങ്ങൾ. 3600 മീറ്റർ കേബിളുകൾ കത്തിനശിച്ചത്. ഏതാണ്ട് 4 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. വിലയേറിയതും അത് ഇറക്കുമതി ചെയ്യുന്നതുമായ കേബിൾ ആയതുകൊണ്ട് തന്നെ 5 മാസമെങ്കിലും എടുക്കും. ഈ കേബിളുകളുടെ പുനഃസ്ഥാപിക്കുന്ന നടപടികൾ തുടരാൻ എന്ന കാര്യം KSEB വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. KSEB-യിലെയും BPCL-ലെയും അധികൃതർ തീപിടിച്ച ഭാഗത്ത് സംയുക്ത പരിശോധനകൾ നടത്തിയിരുന്നു. 2 കേബിളുകൾ യോജിപ്പിക്കുന്ന ഭാഗത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്, തീപിടുത്ത കാരണമായത് എന്ന ഒരു കണ്ടെത്തൽ നടത്തുകയും ചെയ്തു. കേബിളുകൾ കത്തിയതോടെ BPCL-ലേക്ക് KSEB സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം ഇല്ലാതായിരിക്കുകയാണ്. നിലവിൽ BPCL-ന്റെ 165 മെഗാവാട്ട് ശേഷിയുള്ള ആഭ്യന്തര വൈദ്യുതോൽപാദന നിലയമുണ്ട്. ഇതിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഇപ്പോൾ കമ്പനിയുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നത്. പൊട്ടിത്തെറിക്കൊപ്പം വൈദ്യുതി കേബിളിൽ ചേമ്പറിൽ നിന്ന് കനത്ത പുകയുമെല്ലാം ഉയർന്നിരുന്നു. ആ പുക ശ്വസിച്ച് പ്രദേശവാസികൾക്കും റിഫൈനറി ജീവനക്കാർക്കും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. അങ്ങനെ 50ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം എല്ലാം ഉണ്ടായിരുന്നു. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് കൊച്ചിൻ റിഫൈനറി അറിയിച്ചിട്ടുള്ളത്. KSEB-യുടെ ബ്രഹ്മപുരം 220 സബ്സ്റ്റേഷനിൽ നിന്നാണ് അമ്പലമുകളിലെ 220 സബ്സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്റർ ഭൂഗർഭ വൈദ്യുതി കേബിളാണ് ഉള്ളത്. ഈ ഭൂഗർഭ കേബിളുകൾ റിഫൈനറിക്കുള്ളിൽ ചേമ്പറിലൂടെയാണ് പോകുന്നത്. നിലവിൽ വലിയ നഷ്ടം KSEB ചൂണ്ടിക്കാണിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ റിഫൈനറി നേരിട്ട് നഷ്ടക്കണക്കുകൾ പറയുന്നില്ല. കാര്യമായ നഷ്ടം ഇല്ല എന്ന ഓരോ നിലയിലാണ് റിഫൈനറി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇത്ര വലിയ അളവിലുള്ള നീളത്തിലുള്ള 3600 മീറ്റർ കേബിളുകൾ കത്തിനശിച്ചതോടെ വലിയ സാമ്പത്തിക നഷ്ടം ആണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ KSEB വ്യക്തമാക്കുന്നത്. ശരി ജിജീഷ്.